SDPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഈ അനുസ്മരണ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, കേരളത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച അബ്ദുൽ മജീദ് ഫൈസി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, ആലപ്പുഴയിലെയും കണ്ണഞ്ചേരിയിലെയും ഷാൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുടുംബാംഗങ്ങളെ, ഷാനില്ലാത്ത 2 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, സഹപ്രവർത്തകർക്ക്, ഷാനെ വളരെയേറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അയൽക്കാർക്ക്, നാട്ടുകാർക്ക് 2021 ഡിസംബർ 18 വൈകുന്നേരമാണ് ഇരുളിൻ്റെ ശക്തികൾ, ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ തന്നെയും ശത്രുക്കൾ, ലോകത്തെ ഇന്ന് ലക്ഷണമൊത്ത ഫാസിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘപരിവാർ ശക്തികൾ, ഭീരുക്കളായവർ കൃഷകാത്രനായ എന്നാൽ ധീരനായ ഷാനെ ബൈക്കിൽ നിടിച്ച് വീഴ്ത്തി ബോധരഹിതനാക്കിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ കൃഷകാത്രനായ ഷാനെ നേരിടുവാൻ ആ ഭീരുക്കളായ ആളുകൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഷാനെ, അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്ന സഹപ്രവർത്തകരെ ഓർമ്മിക്കുന്നത് ഒരു വാചകത്തിലൂടെയാണ്. നമുക്കെല്ലാം എല്ലാമായിരുന്ന KS ഷാൻ 2023 ഡിസംബർ 18 ഷഹീദ് ഷാനായി അമരത്വം നേടി. ഈ വാചകം വളരെ വളരെ അർത്ഥ വൈപുല്യമുള്ളതാണ് എന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഷാൻ എന്തായിരുന്നു എന്ന് ഈ വാചകം വരച്ച് കാണിക്കുന്നുണ്ട്. ഷാൻ എല്ലാമായിരുന്നു. ആർക്ക്? എല്ലാവർക്കും. നമുക്കെല്ലാവർക്കും എല്ലാമായിരുന്നു. ഷാൻ 2021 ഡിസംബർ 18 വരെ സാധാരണ മനുഷ്യരിൽ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. 2021 ഡിസംബർ 18 ഷാൻ ഷഹീദ് ഷാനായി മാറി. ഷഹീദ് ഷാനായി മാറിയതോടുകൂടി ഷാൻ അമരത്വം നേടി. നമുക്കറിയാം, ഷാന് കറകളഞ്ഞ മതവിശ്വാസിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം തന്നെയായിരിക്കാം, ഇതിൻ്റെ പ്രമാണങ്ങൾ തന്നെയായിരിക്കാം തൻ്റെ ജീവിതം, അവസാനം ജീവൻ നാട്ടിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, മതേതരത്വത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, വിവേചനത്തിനെതിരെ സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം അനുധാവനം ചെയ്തു വന്ന വിശ്വാസ പ്രമാണങ്ങൾ നമ്മോട് പറയുന്നു, അദ്ദേഹത്തോട് പറയുന്നു, രക്തസാക്ഷി മരിക്കുന്നില്ല, രക്തസാക്ഷി ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, രക്തസാക്ഷിത്വം ഭരിച്ചവരെ നിങ്ങൾ മരിച്ചവർ എന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നു. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിങ്കൽ, വാനലോകത്ത്, സ്വർഗീയ ലോകത്ത് പച്ചപ്പനന്തത്തകളായി പാറി നടക്കുന്നവരാണ് രക്തസാക്ഷികൾ. ഇത് ഷാന്റെ മതവിശ്വാസ പ്രമാണത്തിലെ വരികൾ. ലോകത്തെ എല്ലാ ഭൗതികവും അല്ലാത്തതുമായ ദാർശനികന്മാരും കവികളും ചിന്തകന്മാരും ഈ സത്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു
ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യവും കവിതകളുമാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട വിപ്ലവ കവി മുരുകൻ കാട്ടാക്കടയുടെ വരികൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഷാന്റെ ജീവിതവും മരണവും രക്തസാക്ഷിത്വവും എന്ന് നമുക്കറിയാം. എന്താ മുരുകൻ കാട്ടാക്കട പാടിയിരിക്കുന്നത്? അമ്മക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ എന്നല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമരനാണ്, മരിക്കുന്നില്ല രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ, സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. നിങ്ങൾ ഷാനെ ഓർമ്മിക്കുക. അവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. എല്ലാ ആവിഷ്കാരങ്ങളിലും രക്തസാക്ഷിത്വത്തിന്റെ മഹാത്മ്യം ഞങ്ങൾ കാണുന്നു. ആ രക്തസാക്ഷിത്വത്തിന്റെ മഹാത്മ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഷഹീദ് ഷാൻ കടന്നുപോയത് എന്ന് നമുക്കറിയാം. ഷഹീദ് ഷാൻ കടന്നുപോയപ്പോ നമ്മൾ വിലപിച്ചിട്ടില്ല, നമ്മൾ ദുഃഖിച്ചിട്ടില്ല. നമുക്ക് ദുഃഖിക്കാനും വിലപിക്കുവാനും കഴിയുമായിരുന്നില്ല. കാരണം ഇതാ ഈ സദസ്സിലിരിക്കുന്നു ഷാന്റെ പ്രിയതമ ഫൻസില. അവർക്ക് ശക്തി നൽകി. അവരെന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? ഷാന്റെ മൃതശരീരം കബറിടത്തിലേക്ക് എടുക്കുമ്പോ ആ സഹോദരിക്ക്, ജീവിച്ചിരിക്കുന്ന ധീരയായ ആ സഹോദരിക്ക് പറയുവാൻ കഴിഞ്ഞു, എന്റെ ഇക്ക ഇതാ ജന്മസാഫല്യം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കാണിക്കുവാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രിയതമയുടെ മുന്നിൽ വെച്ച്, എന്റെ മകൻ ഈ നാടിനു വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയതിൽ എനിക്ക് വേദനയുണ്ട്, എന്നാൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വന്യപിതാവ് സലീം കെയെ ഓർത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഞാൻ പറഞ്ഞല്ലോ, ഷാന്റെ ഭാര്യയെപ്പോലെ വാപ്പയെപ്പോലെ സഹപ്രവർത്തകര് വിലപിച്ചില്ല. അതിന് കാരണം നിർഭയത്വമായിരുന്നു. പക്ഷേ ഷാന്റെ നിർഭയത്വം, ഷാന്റെ പ്രവർത്തകരുടെ നിർഭയത്വം ഇരുട്ടിന്റെ ഈ ശക്തികളെ ഭയപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ അയൽക്കാരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ ഉയർത്തിപ്പിടിച്ച ആ നിർഭയത്വം ഇരുട്ടിന്റെ ശക്തികളെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് കേരള സംസ്ഥാനത്തെ RSSന്റെ BJPയുടെ അത്യുന്നതനായ നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉന്നതനായ നേതാവ്, ഹിന്ദു ഐക്യവേദിയുടെ പ്രഥമ വനിത സംസ്ഥാനത്തെ പറയുകയുണ്ടായി, ഇവർ വിലപിക്കുന്നില്ല പോലും, ഇവർക്ക് വേദനയില്ല പോലും, ഇവർ മരണത്തെ ആഗ്രഹിക്കുന്നവരാണ് പോലും. അപ്പോഴാണ് അവർ ഭയപ്പെട്ടു പോയത്. അങ്ങനെ മരിക്കാനുള്ള സന്നദ്ധതയിലൂടെയാണ് ജീവിക്കാനുള്ള അർഹത നേടുന്നത്. ജീവിക്കുന്നവരുടെ ശത്രുക്കളെ, രാജ്യത്തിന്റെ ശത്രുക്കളെ ഭയപ്പെടുത്തുവാൻ കഴിയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. RSSകാർ ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, ഫെഡറലിസത്തിന്റെ എല്ലാറ്റിന്റെയും ശത്രുക്കളാണ്. ഇത് ലോകത്തെ ചിന്തകന്മാർ, പണ്ഡിതന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ സംസ്ഥാനത്തെയും അന്തർദേശീയ തലത്തിലെയും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫാസിസത്തെ നേരത്തെ ഫൈസ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജർമ്മനിയിൽ രൂപം കൊണ്ട് ഇറ്റലിയിൽ നടപ്പിലാക്കപ്പെട്ട ഫാസിസം, അത് ഇന്ന് ലക്ഷണമൊത്ത അതിന്റെ സംവിധാനവും വളർച്ചയുമുള്ള ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ RSSകാരാണ്. ഞാൻ RSSകാർക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഷാന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. അവർക്ക് ഇനിയും പലതും ഇവിടെ ഈ രാജ്യത്ത് നടത്താൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ അത്തരം ആളുകളുടെ പരിണിതി ചരിത്രത്തിൽ എന്താണ് എന്ന് വായിച്ചെടുക്കുവാൻ ഇതാ നമ്മുടെ മുമ്പിൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് സന്ദേശം നൽകുന്നു. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്
എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ പാരമ്പര്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് പലസ്തീനിനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് ഇന്ന് അവർ നടപ്പിലാക്കാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്ന വംശശുദ്ധീകരണം അവര് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്നതുകൊണ്ടാണ്. പക്ഷെ ഇസ്രായേൽ എന്താണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണും കാതുമുള്ള ആളുകൾക്ക് മനസ്സിലാകും. ചരിത്രത്തിലെ ഏകാധിപതികളെയും ഫാസിസ്റ്റുകളുടെയും സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഭയപ്പെടാനില്ല, കാരണം നമുക്ക് ഭയപ്പെടാൻ കഴിയില്ല. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകർക്ക് ഒട്ടും ഭയപ്പെടാൻ കഴിയില്ല. കാരണം അവർ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നത്, പൗരന്മാർക്ക് നൽകുന്നത് നിർഭയത്വമാണ്. വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവരാണ്. എല്ലാവർക്കും നിർഭയത്വം പ്രദാനം ചെയ്യുന്ന ആളുകൾക്ക് ഭയപ്പെടാൻ കഴിയില്ല, നമ്മൾ ഭയപ്പെടുകയില്ല. ഷാന്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ധീരമായി മുന്നോട്ട് പോകുവാൻ ഈ സന്ദർഭം നമുക്ക് പ്രതിജ്ഞ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDP.